ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. 4 മലയാളം സിനിമകളുടെ കളക്ഷനും 2 മലയാളം സിനിമകളുടെ വെർഡിക്റ്റ് അപ്ഡേറ്റും ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ്. ആദ്യമേ ദിലീപിന്റെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ സിനിമയുടെ ബഡ്ജറ്റ് ഉൾപ്പെടെയുള്ള റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം സിനിമയ്ക്ക് 10 കോടിയാണ് ബഡ്ജറ്റ് എന്നൊരു റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. സിനിമയുടെ 3 ആഴ്ചത്തെ കേരള ഗ്രോസ് 15 കോടി 25 ലക്ഷം രൂപയാണ്. 6 കോടിയിൽ പരം കേരളത്തിൽ മാത്രം തിയേറ്റർ ഷെയർ നേടിയെടുത്ത സിനിമയുടെ വേൾഡ് വൈഡ് കൃത്യമായ റിപ്പോർട്ട് ഇനിയും വന്നിട്ടില്ല എങ്കിൽ പോലും സിനിമ തിയേറ്ററുകളിൽ വിജയിച്ചിരിക്കുന്നു എന്നാണ് നമ്മുടെ ട്രാക്കേഴ്സ് കൺഫേം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ദിലീപിന്റെ കുറച്ച് സിനിമകളുടെ ഇടവേളയ്ക്ക് ശേഷം തിയേറ്ററുകളിൽ വിജയിക്കുന്ന സിനിമയായിട്ട് പ്രിൻസ് ആൻഡ് ഫാമിലി മാറിക്കഴിഞ്ഞിരിക്കുന്നതെന്ന് സംശയം പറയാം. അങ്ങനെ ഈ വർഷത്തെ വിജയ സിനിമകളുടെ പട്ടികയിൽ ഒരു സിനിമ കൂടി ഇടം പിടിച്ചിരിക്കുന്നു. തുടരും സിനിമയ്ക്ക് ശേഷം തിയേറ്ററുകളിൽ വിജയിച്ച അടുത്ത മലയാളം സിനിമ കൂടിയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി. ഇപ്പോഴത്തെ പ്രിൻസിനോടൊപ്പം തന്നെ മറ്റൊരു സിനിമ കൂടി കേരളത്തിൽ വിജയിച്ചിരിക്കുന്നു. അത് പടക്കളം എന്ന സിനിമയാണ്. സിനിമയുടെ 3 ആഴ്ച കേരള ഗ്രോസ് 10 കോടി 85 ലക്ഷം പിന്നിട്ടിരിക്കുകയാണ്. കേരളത്തിൽ മാത്രം ഏകദേശം 4 കോടിയിൽ പരം ഷെയർ നേടിയെടുത്ത സിനിമയുടെ കൃത്യമായ വേൾഡ് വൈഡ് കളക്ഷൻ വന്നിട്ടില്ലെങ്കിൽ പോലും സിനിമയും തിയേറ്ററുകളിലെ ക്ലീൻ ഹിറ്റ് ലേബൽ ഉറപ്പാക്കിയിരിക്കുന്നു എന്നാണ് പ്രധാനപ്പെട്ട റിപ്പോർട്ട്. ഇനി കഴിഞ്ഞ വെള്ളിയാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ 2 മലയാളം സിനിമകളുടെ കൃത്യമായി കേരള കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന സിനിമയുടെ ആദ്യ 7 ദിവസത്തെ കൃത്യമായി കേരള ഗ്രോസ് അപ്ഡേറ്റ് ആക്കപ്പെട്ടിരിക്കുകയാണ്. അത് പ്രകാരം ധ്യാൻ ശ്രീനിവാസൻ സിനിമയ്ക്ക് തുടക്ക ദിവസങ്ങളിലെ മികച്ച കളക്ഷൻ വന്നു തുടങ്ങിയെങ്കിലും പിന്നീട് കളക്ഷൻ താഴേക്ക് നല്ല രീതിയിൽ ഇടിയുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. 2 കോടി 82 ലക്ഷം രൂപയാണ് ഇന്നലെ വരെയുള്ള സിനിമയുടെ കേരള ഗ്രോസ്. ഒരു ധ്യാൻ സിനിമയുടെ കളക്ഷൻ എന്ന നിലയിൽ ഇത് മികച്ച കളക്ഷനാണ്. പക്ഷേ സിനിമയ്ക്ക് വിജയിക്കാൻ ഇത് പോരാ. ഇനി അവസാനമായിട്ട് നരിവേട്ട എന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ ചിത്രത്തിന് ഇന്നലെ പ്രതീക്ഷിച്ചതിനേക്കാൾ കളക്ഷൻ ഇടിവ് സംഭവിച്ചിരിക്കുകയാണ്. ഇന്നലെ 1 കോടിയിൽ നിന്നും താഴെ സിനിമയുടെ കളക്ഷൻ പോകുമെന്ന് ഉറപ്പാക്കപ്പെട്ടതാണ്. 90 ലക്ഷം ഗ്രോസ് പ്രതീക്ഷ സ്ഥാനത്ത് ഇന്നലെ 80 ലക്ഷം രൂപയാണ് സിനിമയുടെ കേരള തിയേറ്റർ കളക്ഷൻ. മറ്റെല്ലാ സിനിമകളെ വെച്ച് നോക്കുമ്പോൾ ഈ മഴക്കാലത്തെ അതിജീവിച്ച് മികച്ച കളക്ഷൻ ടവനോസ് സിനിമ നേടിയെടുത്തിട്ടുണ്ട്. 9 കോടി 15 ലക്ഷം രൂപയാണ് ആദ്യ 7 ദിവസത്തെ സിനിമയുടെ കൃത്യമായി കേരള ഗ്രോസ് കളക്ഷൻ. അടുത്ത 3 ദിവസങ്ങളിലെ മികച്ച കളക്ഷൻ നേടിയെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന നരിവേട്ടയുടെ ഫൈനൽ വരെയുള്ള കളക്ഷനായിട്ടും വെർഡിക്റ്റ് അപ്ഡേറ്റിനായിട്ടും പ്രേക്ഷകർ കാത്തിരിക്കൂ.